എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ എൻ്റെ മൈൻഡ് ബ്രേക്ക്ഫാസ്റ്റ്: തീയും വെള്ളവും പരസ്പരം ശത്രുക്കളും, ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവയുമാണ്. പക്ഷെ തീയെടുപ്പിന് മുകളിൽ വിവിധ രുചിക്കൂട്ടുകൾ വേവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നത് പരസ്പര ബഹുമാനത്തോടെയുള്ള കൂട്ടുചേരലിൻ്റെ ബാലപാഠമാണ്. ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ നാം കാണിക്കുന്ന ധൈര്യമാണ് ചിലപ്പോൾ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും പലപ്പോഴും നമ്മെ നിലനിർത്തുന്നതും. ഒരിക്കൽ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു അരുവി ഒഴുകി മരുഭൂമിയിലെത്തി. മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ മരുഭൂമിയെയും മുറിച്ചു കടക്കുവാൻ ശ്രമിച്ച അരുവി മണൽത്തരികളിൽ അപ്രത്യക്ഷമായി. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. കാറ്റ് മരുഭൂമിയെ മുറിച്ചു കടക്കുന്നു. നിനക്കും സാധിക്കും. പക്ഷേ അരുവി എതിർത്തു. കാറ്റിന് പറക്കാം, പക്ഷേ എന്നെ മണൽത്തരികൾ കുടിക്കുകയാണ്. അപ്പോൾ ശബ്ദം പറഞ്ഞു, നീ പതിവ് പോലെ ഒഴുകിയാൽ നിനക്ക് മരുഭൂമിയെ മുറിച്ചു കടക്കാൻ സാധിക്കില്ല. നിന്നെ വഹിക്കാൻ നീ കാറ്റിനെ അനുവദിക്കൂ, എങ്കിൽ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താം. തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടില്ലേ എന്നതായിരുന്നു അരുവിയുടെ സങ്കടം. ശബ്ദം തുടർന്നു, അരുവി നീരാവിയാകണം. കാറ്റ് അതിനെ വഹിച്ച് മലമുകളിൽ പെയ്യാൻ അനുവദിക്കണം. നദി അനുവദിച്ചു. മലമുകളിൽ മഴ പെയ്യിക്കുകയും വീണ്ടും അത് അരുവിയായി ഒഴുകുകയും ചെയ്തു. അസ്തിത്വവും സ്വാശ്രയത്വവും നിലനിൽപ്പ് പരാശ്രയത്വവുമാണ്. നിലനിൽക്കാത്ത ഒന്നിന് അസ്തിത്വമില്ല. അസ്തിത്വമുള്ളവ നിലനിൽപ്പിൻ്റെ വഴികൾ സ്വയം കണ്ടെത്തുകയും ചെയ്യും. ആരും അവനവനിൽ തന്നെ പൂർണ്ണനാകുന്നില്ല. സ്വന്തമായി വഴിയുണ്ടാക്കി ആരോടും പരിഭവമില്ലാതെ ഒരു നദി പോലെ ഒഴുകണം നമ്മുടെ ജീവിതവും. ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളാണ് നമ്മെ നിലനിർത്തുന്നതും. ഏവരുടെയും ചിന്തയ്ക്ക് വിട്ടുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ടും സ്നേഹത്തോടെ